ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ ഡയറി എടുത്തപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ചെയ്യുന്നത് സ്റ്റിക്കേഴ്സ് മാത്രമുള്ള കേട്ടോ മേടിച്ച്, ബാക്കിയെല്ലാം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിന് തന്നെ ഈ ഒരു പാറ്റേൺ പേപ്പർ അപ്പുറത്തും ഇപ്പുറത്തും ഒട്ടിക്കുന്നുണ്ട്. അപ്പം കുറച്ച് കൂടിപ്പോയി, അപ്പോൾ ഞാൻ കൈ കൊണ്ടെല്ലാം സെറ്റാക്കി. അപ്പം എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. കാരണം ഇത് താഴെ ഒട്ടിക്കേണ്ടത് മേളിൽ ഒട്ടിച്ചു, മേളിൽ ഒട്ടിക്കേണ്ടത് താഴെ ഒട്ടിച്ചു പോയി. കുഴപ്പമില്ല. പിന്നെ ഇതിലാണ് എൻ്റെ ജേർണലിങ് സാധനങ്ങളെല്ലാം. അപ്പോൾ ഞാൻ ഒരു ബ്ലൂ പേപ്പർ പെയിൻ്റ് അടിച്ചൊരു പേപ്പർ എടുത്തു. പിന്നെ കുറച്ച് റൈറ്റിങ്സ് ആയിട്ട് ഞാൻ എന്താ പറയുക, ഒരു സ്റ്റോറി ബുക്ക്, ഇംഗ്ലീഷ് സ്റ്റോറി ബുക്ക് ഉണ്ടായിരുന്നു പണ്ടത്തെ. അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട്, ഇത് നല്ല വൃത്തിക്ക് കട്ട് ചെയ്യണം. അപ്പോൾ പതുക്കെയാണ് ചെയ്യുന്നത്, എല്ലാം ഞാൻ പതുക്കെയാട്ടോ ചെയ്യുന്നത്. അപ്പം കുറേ മിനിറ്റ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അപ്പം ഞാൻ ഭയങ്കര ഫാസ്റ്റിലായിട്ടോ ഇട്ടേ. ഇത് എനിക്ക് തോന്നി മിനിറ്റ് ഒരു 13 മിനിറ്റോളം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് ചുരുക്കി 4x സ്പീഡാക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നു 6 മിനിറ്റ് 43 മിനിറ്റും 5 സെക്കൻഡ് അതായി. അപ്പം ഇതാണ് ഒരു ബ്ലൂ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഷേപ്പ് എന്താണെന്നറിയാം, ആ 4 എഡ്ജും ഇങ്ങനെ റൗണ്ട് പോലെ ആക്കിയെടുത്തു. പിന്നെ ഞാൻ എവിടെ ഒട്ടിക്കണം എന്ന് കൺഫ്യൂഷനായിരുന്നു. പിന്നെ നമ്മൾ ജേർണലിങ് എല്ലാം ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തെയാണല്ലോ. ഞാൻ ഒരു വീഡിയോ ഞാൻ കണ്ടില്ല, അപ്പം എൻ്റെ ആ രീതിയിൽ ചെയ്യുന്നതെല്ലാം രീതിയിൽ എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാതും കൂടെ വെക്കും. പിന്നെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കാണും ഗൈസ്, സോറി. കാരണം ഞാൻ ഈ സൺലൈറ്റ് കണ്ടപ്പോൾ നല്ല വെട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് അത് ചെയ്യാം. ലാസ്റ്റ് നോക്കുന്നത് ഭയങ്കര ഇരുട്ടിൻ്റെ കൈയൊക്കെ എന്തോ പോലെ എനിക്ക് തോന്നി കേട്ടോ. സോറി ഗൈസ്. എൻ്റെ ഇടയ്ക്ക് സൺലൈറ്റ് വരുന്നത് നിങ്ങൾക്ക് വെട്ടം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ഒട്ടിച്ചപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി, ഈ റൈറ്റിങ്സ് ഒട്ടിച്ചപ്പോൾ എനിക്ക് കുറേ ത്വരയായി. അങ്ങനെ കുറേ വാരി ഒട്ടിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഈ റൈറ്റിങ്സൊക്കെ മാർച്ച് മന്തിലാട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മാർച്ചിൽ എനിക്ക് ലേറ്റായിപ്പോയി, കാരണം പരീക്ഷയൊക്കെ അല്ലായിരുന്നതുകൊണ്ട്. ഞാൻ ലാസ്റ്റത്തെ പരീക്ഷ എനിക്ക് ഇന്ന് 5 ദിവസം ഉണ്ട്, അത് ഹിന്ദിയാണ്. അപ്പോൾ പഠിക്കാൻ ദിവസമുള്ളതുകൊണ്ട് തന്നെ ഞാൻ മാർച്ചിൽ ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫെബ്രുവരിയുടെ ചെയ്തപ്പോൾ ഞാൻ ഈ മന്ത് എനിക്ക് തോന്നും ഫെബ്രുവരി ലാസ്റ്റ് ഉണ്ടാക്കിയത്. അതേപോലെ മാർച്ച് മന്ത് ലാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഏപ്രിലിൽ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ജേർണലിൻ്റെ ഫെബ്രുവരിയുടെ ഒരു പർപ്പിൾ കളർ, എനിക്ക് തോന്നി ഇത് ലാസ്റ്റ് വന്നൊരു ബ്ലൂ തീമാണ്. പിന്നെ ഞാൻ കണ്ടോ ഈ ഒരു ലൈറ്റിംഗാണ് എൻ്റെ ഫേവറേറ്റ്. ലൈറ്റിംഗ് വന്നപ്പോഴെനിക്ക് തോന്നിയത്, ഇപ്പോൾ ഒരു വലിയൊരു ലൈറ്റിംഗ് വരും, നിങ്ങൾക്ക് കാണാമായിരിക്കും. കണ്ടോ ഈ ഒരു വെട്ടത്തിലാണ് ഞാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ വെട്ടം അങ്ങ് പോവാച്ച്. അപ്പം ഞാൻ പിന്നെ ത്വരയായതുകൊണ്ട് കുറേ വെട്ടി ഒട്ടിച്ചു കേട്ടോ. ഇതൊക്കെ ഇതൊരു കിങ്ങിൻ്റെ എന്തോ ഒരു സ്റ്റോറിയാണ്. പിന്നെ നമ്മളതൊന്നും വായിച്ച് നോക്കാറില്ലല്ലോ, നമ്മൾ എഴുതിയ ആ ഒരു ഫോർമാറ്റ് മാത്രമേ വായിച്ചു കൊടുക്കത്തുള്ളൂ. ഇതൊരു ഭംഗിക്ക് അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിക്കുന്നത് കേട്ടോ. പിന്നെ ഈ കവായ് സ്റ്റിക്കേഴ്സ് എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ അത് ഞാൻ കുറേ വാരി പൂശി ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ റൈറ്റിങ്സ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ പ്രിൻട്രസ്റ്റിൽ പോയിട്ട് മാർച്ച് മന്ത് കോഡ്സ് ഫോർ പാരഗ്രാഫ് നടിച്ചാൽ മതി. അപ്പോൾ കുറേ പാരഗ്രാഫ് മാർച്ചിലേ കിട്ടും. ഇപ്പം എനിക്ക് കുറച്ചൊക്കെ എൻ്റെ തലയിൽ വന്ന് കുറച്ചൊക്കെ ഞാൻ അത് നോക്കിയാട്ടോ എഴുതി. അങ്ങനെ കുറേ നമുക്ക് വരും. അതിൽ ഞാൻ കൊച്ചിതായിട്ടുള്ളത് ഒരു കുട്ടി ലൈൻസ് ആണെങ്കിൽ അത് സെറ്റാക്കാം, നമുക്ക് ഇഷ്ടമുള്ളൊരു രീതിയിൽ ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഈ റൈറ്റിങ്സ് ഞാൻ ഓരോ ലൈൻ വിട്ടിട്ടാട്ടോ ഒട്ടിക്കുന്നത്. അപ്പം ഇനിയും എനിക്ക് ഒട്ടിക്കണം എന്ന് തോന്നിയപ്പോൾ ഞാൻ അതൊക്കെ സെറ്റാക്കി ഒട്ടിക്കുകയാണേ. ഈ ഒരു ജേർണലിങ്ങിൻ്റെ സ്വഭാവം ഞാൻ കുറച്ച് ദിവസമായി തുടങ്ങിയതാട്ടോ, കുറച്ച് മാസങ്ങൾ. ജനുവരി ഞാൻ ഫസ്റ്റൊന്നും ഞാൻ ചെയ്തില്ല, അപ്പോഴാണ് ന്യൂ ഇയറിൻ്റെ ജേർണലിങ് ഞാൻ ചെയ്യാൻ മറന്നു പോയത്. ഇനി ക്രിസ്മസിൻ്റെ അന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പെൻസിലൊക്കെ തറയിൽ പോയി അതൊക്കെ സെറ്റാക്കി. പിന്നെ ഞാൻ അതിൻ്റെ ആ ബ്ലൂ സ്പേസിൽ ഞാൻ കോഡ്സൊക്കെ എഴുതി കേട്ടോ, അത് ഞാൻ വീഡിയോ എടുത്തില്ല, മറന്നുപോയി. അപ്പം ഞാൻ മാർച്ചിൽ നിന്നൊരു പെൻസിലും കൂടി ചെയ്ത ശേഷം ബ്ലാക്ക് പെന്നും കൂടി ചെയ്തു. മാർച്ച് മന്ത് എന്നാട്ടോ എഴുതുന്നത്. എന്നിട്ടത് ഒരു പിങ്ക് ബ്രഷ് പെന്നും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കിട്ടും. എനിക്ക് ഈ പിങ്ക് പർപ്പിളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതാണ് എല്ലാം ജേർണലിങ് ഒരു പർപ്പിളും പിങ്കും കാണാതെ ഞാൻ വിടത്തില്ല. അപ്പം ലൈനും കൊടുത്തു. അപ്പം ബ്ലൂ അത് ഞാൻ ലാസ്റ്റ് ഒരു പിക്ചർ കൊടുത്തേക്കാം, അപ്പം നിങ്ങൾ നോക്കിക്കോട്ടോ. അപ്പം ഞാൻ
കുറച്ചൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതൊന്നുമല്ല, ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് എടുത്താൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സ്, സ്റ്റാറിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സില്ലേ, അത് മാത്രം അവിടെ ഇവിടെ ഒട്ടിച്ച ശേഷം റൈറ്റിംഗ് എഴുതാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടം. പിന്നെ ഈ പ്ലക്കർ കൊണ്ട് നല്ല ഉപകാരം കേട്ടോ. പക്ഷേ ജസ്റ്റ് ഒന്ന് നമ്മളെ നഖത്ത് കൊണ്ട് ഇളക്കിയാൽ മാത്രമേ വരത്തുള്ളൂ. നഖം ഇല്ലാത്തവർക്കൊക്കെ ഇത് ഭയങ്കര പണിയായിരിക്കും. എന്താണെന്നറിയില്ല, ഇത് എടുക്കാൻ നേരത്ത് ചെറുതായിട്ട് കീറിപ്പോകുന്നുണ്ട്. അത് എൻ്റെ മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല. ഈ ജേർണലിങ്ങിന് എനിക്ക് എക്സ്പേർട്ടായി ഞാനൊരു ചാനൽ കണ്ടിട്ടാട്ടോ. കടലൗട്ട് എന്നാണ് അതിൻ്റെ ചാനലിലെ പേര്. ഓക്കെ, പിന്നെ ഒരു ടെഡി ഇങ്ങനെ അമ്പ് വലിയ ഹാർട്സ് മാർസിലോട്ട് അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്ന കുറച്ച് റാൻഡം ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ ഒട്ടിച്ച് സെറ്റാക്കാണ്. 150 രൂപ കേട്ടോ ഈ ഒരു സ്റ്റിക്കേഴ്സിൻ്റെ ഇത്. ലാസ്റ്റ് ഞാനെല്ലാം എഴുതി കഴിഞ്ഞ ഒരു ലുക്കാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീണ്ടും ഞാൻ സ്റ്റിക്കേഴ്സ് അറഞ്ചും ചെയ്യുന്നുണ്ട്. കാരണം സ്റ്റിക്കേഴ്സ് ഇല്ലാതെ ഒരു പരിപാടി ഇല്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പം ഫുള്ളി കംപ്ലീറ്റ്ലി ഇങ്ങനെ ചെയ്തു. ഇവിടെ കുറേ സ്റ്റിക്കേഴ്സ് ഞാൻ ഒട്ടിച്ചു കേട്ടോ. കുറേ ആ ഒരു ജേർണി ചെയ്യുന്നത് തന്നെ ഒരു സ്റ്റിക്കേഴ്സിലൊരു ലുക്കില്ല. അപ്പം സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേനും അമ്മ വന്ന് ലൈറ്റ് ഇട്ടു, അതുകൊണ്ടാണ് ഇത്രയും പ്രകാശം. സെറ്റ്. ഓക്കെ, അവിടെ ഇവിടെയായിട്ട് സെറ്റാക്കി. പിന്നെ ഇതിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൽ ഇടയിലായിട്ട് അമ്മയുടെ സൗണ്ട്, ചേട്ടൻ്റെ സൗണ്ട് എല്ലാം കേൾക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ എടുത്താണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ഇതാണ് ഫൈനൽ ലുക്ക്.